എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഫുട്ബോൾ ലോകം. അങ്ങനെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് നിലവിൽ ബാഴ്സലോണ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ 1-3 ഗോളുകൾക്കാണ് ഇപ്പോൾ ബാഴ്സലോണ വിജയിച്ചേറിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇടില്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം. എന്നാൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് നിലവിൽ ബാഴ്സലോണ സ്വന്തമാക്കിയിരിക്കുന്നത്. 1-3 ഗോളുകൾക്കാണ് ഇന്നലത്തെ മത്സരത്തിൽ ബെൻഫിക്കയെ ഇപ്പോൾ ബാഴ്സലോണ തകർത്തിരിക്കുന്നത്. റാഫീഞ്ഞ ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് ബാഴ്സലോണയുടെ വിജയശില്പിയായി എന്ന് തന്നെ പറയേണ്ടി വരും. കൂടാതെ യമാലും ഇന്നലത്തെ മത്സരത്തിൽ ബാഴ്സലോണയ്ക്കായി വലകുലുക്കി എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും റാഫീഞ്ഞ 11 അതുപോലെ തന്നെ 42 മിനിറ്റുകളായിരുന്നു ഗോൾ നേടിയത്. എന്നാൽ യമാലിൻ്റെ കാര്യമെടുത്താൽ താരം 27-ാം മിനിറ്റിലാണ് ബാഴ്സലോണയ്ക്ക് വേണ്ടി വലകുലുക്കിയത്. എന്തായാലും ആദ്യ പകുതിയിലാണ് എല്ലാ ഗോളും വന്നതെന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 1-3 ഗോളുകൾക്ക് ഇപ്പോൾ ബാഴ്സലോണ ഒരു തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും കളിയിലെ കണക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഷോട്ടുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 20 ഷോട്ടുകൾ ബാഴ്സലോണ ഉതിർത്തിരുന്നു. കൂടാതെ അതിൽ 6 ഷോട്ടുകൾ ഷോട്ട്സ് ഓൺ ടാർഗറ്റുമായി നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. കൂടാതെ പന്ത് കൈവശം വെച്ചിരുന്ന സമയം, അതായത് പൊസിഷൻ നോക്കുകയാണെങ്കിൽ 66% പൊസിഷനും ഇന്നലത്തെ മത്സരത്തിൽ ബാഴ്സലോണയ്ക്ക് തന്നെയായിരുന്നു. അതുപോലെ തന്നെ പാസുകളുടെ കാര്യത്തിൽ ബഹുദൂരം മുന്നിലാണ് ബാഴ്സലോണ എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെ 650 പാസാണ് ബാഴ്സലോണ നൽകിയതെന്നാണ് ഇപ്പോൾ കണക്കുകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാലും ഇന്നലത്തെ മത്സരത്തിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഒരു തകർപ്പൻ വിജയമാണ് ബാഴ്സലോണ സ്വന്തമാക്കിയത്.